ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ നമ്മളിപ്പം മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെൽഡിംഗ് പ്രോസസ്സുകളെ കുറിച്ചാണ്. ഇപ്പം നമ്മൾ വെൽഡിംഗ് പ്രോസസ്സിൻ്റെ തന്നെ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ 4th മൊഡ്യൂളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2-3 ക്ലാസ് ആയിട്ട് ഈ 4th മൊഡ്യൂൾ തന്നെയാണ് ഡിസ്കസ് ചെയ്യും. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ്സുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ്സ് പഠിച്ചു. ഇന്നും നമ്മൾ പഠിക്കാൻ പോകുന്ന 2 ടൈപ്പ് സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ്സുകളെ കുറിച്ച് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് എടുത്തത് എന്നുള്ളത് ജസ്റ്റ് ഒരു റീക്യാപ്പ് മാതിരി പറഞ്ഞു പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് 2 സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ്സുകളെ കുറിച്ചാണ്. അതിൽ ഫസ്റ്റ് വൺ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അൾട്രാസോണിക് വെൽഡിംഗ് എന്താണെന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് അൾട്രാസോണിക് വെൽഡിംഗ് എന്താണ്. അപ്പോൾ അൾട്രാസോണിക് വെൽഡിംഗ് എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നുള്ള വർക്കിംഗ് കാര്യങ്ങളാണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത്. ദെൻ വൈ ടു യൂസ് എന്തുകൊണ്ടാണ് നമ്മൾ അൾട്രാസോണിക് വെൽഡിംഗ് യൂസ് ചെയ്യുന്നത്, കമ്പയറിങ് അതർ വെൽഡിങ്ങിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അൾട്രാസോണിക് വെൽഡിംഗ് യൂസ് ചെയ്തതെന്നാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു 3 കേസസിലായിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മൾ നോക്കി അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താ, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് അൾട്രാസോണിക് വെൽഡിംഗ് ആണ് അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ദെൻ അത് വളരെ ഡീറ്റെയിൽഡായി ഡിസ്കസ് ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ ഡയഗ്രമാറ്റിക്കൽ എക്സ്പ്രഷൻ, സ്കീമാറ്റിക് ഡയഗ്രവും അതിൻ്റെ ഡയഗ്രമാറ്റിക് എക്സ്പ്രഷനും വെച്ചിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ അത് കഴിഞ്ഞിട്ട് ജോയിൻറ്റ് ഫോം വിത്ത് അൾട്രാസോണിക് വെൽഡിംഗ്, എന്തൊക്കെ ടൈപ്പ് ജോയിൻറ്റ്സ് ആണ് നമ്മൾ അൾട്രാസോണിക് വെൽഡിംഗ് യൂസ് ചെയ്തിട്ട് ഉണ്ടാകുന്നതെന്നുള്ളതാണ്. നമ്മൾ നോക്കിയൊരു 5-6 ടൈപ്പ് ഓഫ് ജോയിൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഈ ടൈപ്പ് ഓഫ് ജോയിൻറ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി അൾട്രാസോണിക് വെൽഡിംഗ് യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അപ്ലിക്കേഷൻസ് ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു സെക്കൻഡ് വെൽഡിംഗ് പ്രോസസ്സിനെ കുറിച്ചായിരുന്നു. അതായത് സെക്കൻഡ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വെൽഡിംഗ് പ്രോസസ്സിൽ ഒന്നായ ലേസർ ബീം വെൽഡിങ്ങിനെ കുറിച്ചാണ്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ലേസർ ബീം വെൽഡിംഗ്, എങ്ങനെയാണ് ലേസർ ബീം വെൽഡിംഗ് ഉണ്ടാകുന്നത്, കാര്യങ്ങളാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ അതിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രവും നമ്മൾ അതിൻ്റെ ഡയഗ്രമാറ്റിക് എക്സ്പ്രഷനും വെച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കിയിട്ടുണ്ട്. ദെൻ നമ്മൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് ഒരു ഇലക്ട്രോൺ ബീം അല്ല ലേസർ ബീം വെൽഡിംഗ് വർക്ക് ചെയ്യുന്നത് കാര്യങ്ങൾ നോക്കി. ദെൻ അതിൻ്റെ മെക്കാനിസം ഓഫ് ലേസർ ബീം വെൽഡിങ്ങിനെ കുറിച്ചാണ്, എന്ത് മെക്കാനിസത്തിൻ്റെ ബേസിസിലാണ് ഈ ഒരു ലേസർ ബീം വെൽഡിങ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് പിന്നെ നമ്മൾ നോക്കിയത്. ദെൻ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അപ്ലിക്കേഷൻസൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്തൊരു സ്പെഷ്യൽ 2 വെൽഡിംഗ് പ്രോസസ്സുകളെ കുറിച്ച് തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വെൽഡിംഗ് ആണ് ഇലക്ട്രോൺ ബീം വെൽഡിംഗ്, ആൻഡ് പിന്നെ നമ്മൾ പഠിക്കുന്നതാണ് ഫ്രിക്ഷണൽ വെൽഡിംഗ്. ഓക്കെ, ഈ 2 വെൽഡിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഇലക്ട്രോൺ ബീം വെൽഡിംഗ്. ഓക്കെ, ഇലക്ട്രോൺ ബീം വെൽഡിംഗ് എന്ത് എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത്. ഓക്കെ, നമുക്കൊരു എക്സ്പ്ലനേഷനൊക്കെ ആയിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ദ ഇലക്ട്രോൺ ബീം വെൽഡിംഗ് ഈസ് എ ഫ്യൂഷൻ വെൽഡിംഗ്. അതായത് ഇലക്ട്രോൺ ബീം വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, നമ്മൾ ഫ്യൂഷൻ വെൽഡിങ്ങിനെ കുറിച്ചാണ് നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഫ്യൂഷൻ വെൽഡിങ്ങിൻ്റെ തന്നെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വെൽഡിംഗ് പ്രോസസ്സാണ് ഈ ഇലക്ട്രോൺ ബീം വെൽഡിംഗ് എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്. ദ ഇലക്ട്രോൺ ബീം വെൽഡിംഗ് ഈസ് എ ഫ്യൂഷൻ വെൽഡിംഗ് പ്രോസസ് ഇൻ വിച്ച് എ ബീം ഓഫ് ഹൈ വെലോസിറ്റി ഇലക്ട്രോൺ ഈസ് അപ്ലൈഡ് ടു ദ ടു മെറ്റീരിയൽസ് ടു ജോയിൻ. അതായത് ഇലക്ട്രോൺ ബീം വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂഷൻ വെൽഡിംഗ് ആണ്. അതായത് ദ ബീം ഓഫ് ഹൈ വെലോസിറ്റി ഇലക്ട്രോൺ, അതായത് ഒരു ബീം ഓഫ് ഹൈ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ വിൽ പാസിങ് ത്രൂ ദ മെറ്റീരിയൽ, ദെൻ ദാറ്റ് മെറ്റീരിയൽ വിൽ ബി ഹീറ്റഡ് ആൻഡ് ദാറ്റ് വിൽ ബി ജോയിൻ ടുഗദർ. അങ്ങനെ ജോയിൻ ഫോം ചെയ്യുന്ന ടൈപ്പ് ഓഫ് വെൽഡിങ്ങിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ബീം വെൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇലക്ട്രോൺ ബീം വെൽഡിംഗ് ഈസ് എ ഫ്യൂഷൻ വെൽഡിംഗ് പ്രോസസ് ഇൻ വിച്ച് എ ബീം ഓഫ് ഹൈ വെലോസിറ്റി ഇലക്ട്രോൺ ഈസ് അപ്ലൈഡ് ടു ദ ടു മെറ്റീരിയൽ ടു ബി ജോയിൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിന്റ് പറയുന്നത് എന്താണ്, ദ ഫ്രീ ഇലക്ട്രോൺസ് ഇൻ എ വാക്യൂം ക്യാൻ ബി ആക്സിലറേറ്റഡ് വിത്ത് ദെയർ പാത്സ് ആൻഡ് കൺട്രോൾഡ് ബൈ എ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് നമ്മളെ ഫ്രീ ഇലക്ട്രോൺസ് ആണല്ലോ ഇതിലുണ്ടാവും, ഇലക്ട്രോൺ ബീം വെൽഡിങ്ങിൽ ഉണ്ടാവുന്നത്. ഈ ഫ്രീ ഇലക്ട്രോൺസ് വാക്കത്തിൽ ഭയങ്കരമായിട്ട് ആക്സിലറേറ്റ് ചെയ്യും. ഈ ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞ് ദെയർ പാത്ത് അപ്പോൾ ഇതിൻ്റെ വാക്കത്തിൽ ഇത് ഭയങ്കര സ്പീഡിൽ ആക്സിലറേറ്റ് ചെയ്യാം ഇലക്ട്രോൺസ്. അപ്പോൾ അതിൻ്റെ പാത്ത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ് പറയുന്നത് എന്താണ്, ദ നാരോ ബീം ഓഫ് ഇലക്ട്രോൺസ്. ദ നാരോ ബീംസ്, അത് വളരെ നാരോ ആയിട്ടുള്ള ബീംസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്
അതായത് ഈ നാരോ ബീം ഓഫ് ഇലക്ട്രോൺസിന് ഹൈ കൈനറ്റിക് എനർജി ആയിരിക്കും. ഓക്കെ, ഈ ഹൈ കൈനറ്റിക് എനർജി ഉള്ള ബീംസ് നമ്മളെ വർക്ക് പീസായിട്ട് കൊളൈഡ് ചെയ്യുമ്പോൾ, നമ്മൾ സോളിഡ് വർക്ക് പീസായിട്ട് കൊളൈഡ് ചെയ്യുമ്പോൾ അവിടെ ഹൈ കൈനറ്റിക് എനർജീനെ നമുക്ക് ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. ദാറ്റ് ഹീറ്റ് വിൽ ബി യൂസ്ഡ് ടു ജോയിൻ ടുഗദർ ദ മെറ്റീരിയൽസ്. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞത്. ദ നാരോ ബീംസ് ഓഫ് ഇലക്ട്രോൺ ക്യാരിങ് ഹൈ കൈനറ്റിക് എനർജി ക്യാൻ ബി ഫോംഡ് which upon collision with the atoms in solid transform their kinetic energy into heat ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണ് നമ്മളൊരു ബേസിക് ഇലക്ട്രോൺ ബീം വെൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് പറയുന്നത്. ഇതിവിടെ കൊടുത്തിരിക്കുന്ന കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫിഗറാണ്. ഇത് കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള ഫിഗർ ഉണ്ട്. ഞാൻ ഇതിലിട്ടത് ഇപ്പോൾ ഈ ഒരു ഫിഗറായിപ്പോയി. നമുക്ക് എക്സ്പ്ലനേഷൻ ഞാൻ ഇതിൽ തന്നെ പറഞ്ഞുതരാം. ദെൻ നിങ്ങൾക്ക് എക്സാമിനൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫിഗർ വേറെ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് തരാം. ഓക്കെ, ഞാൻ ഇതിലിടാൻ മറന്നുപോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഇലക്ട്രോൺ ബീമിൻ്റെ ഡയഗ്രമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇത് മെയിനായിട്ട് 3 സ്റ്റേജസിലായിട്ടാണ് നടക്കുന്നത്. ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ബീം ജനറേഷൻ സ്റ്റേജാണ്, ദെൻ ബീം ഫോമിങ് ഗൈഡൻസ് സ്റ്റേജാണ്, ദെൻ വർക്കിംഗ് ചേമ്പറാണ്. അങ്ങനെ 3 പാർട്സിലായിട്ടാണ് ഇതിൻ്റെ വർക്കിംഗ് കിടക്കുന്നത്. ഓക്കെ, ഇപ്പം ഏതൊരു എക്യുപ്മെൻറ്റ്സ് ആയാലും നമ്മളത് പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യാതെ വെൽഡിങ് നടക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് നമ്മളൊരു പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇലക്ട്രോഡ് അതായത് ഇലക്ട്രോഡ് ടോർച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഇലക്ട്രോഡ് ടോർച്ച് നമ്മളൊരു ഹൈ പവർ സപ്ലൈ ആയിട്ട് AC പവർ സപ്ലൈ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ദെൻ ഈ AC പവർ സപ്ലൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ ഇലക്ട്രോഡ് ടോർച്ച് എന്ന് പറയുന്ന സംഭവം. ഇതാണ് നമ്മളുടെ ഇലക്ട്രോഡ് ടോർച്ച് എന്ന് പറയുന്ന സംഭവം. ഇലക്ട്രോഡ് ടോർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കാഥോഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം ഈ ഇലക്ട്രോഡിൻ്റെ മെറ്റീരിയൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ടങ്സ്റ്റൺ മെറ്റീരിയൽസാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ടങ്സ്റ്റൺ മെറ്റീരിയലാണ്. ദെൻ ഇത് തന്നെ നമ്മൾ കാഥോഡ് സൈഡ് കണക്ട് ചെയ്യും. ഇതിനെ നെഗറ്റീവ് ചാർജാണ് നമ്മൾ വയ്ക്കും. ഇതിനെ നമ്മൾ ഹൈ പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യും. ഹൈ ബീമിൽ നമ്മൾ ഇതിൻ്റെ കാഥോഡിൻ്റെ ഉള്ളിൽ നിന്ന് ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഈ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി നമ്മൾ ആക്സിലേറ്റ് ചെയ്യാൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ആനോഡിനെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, പോസിറ്റീവ് ചാർജുള്ള ആനോഡ് കാണിച്ചിട്ട്. അപ്പോൾ ഈ നെഗറ്റീവിൻ്റെയും പോസിറ്റീവ് ചാർജിൻ്റെ ഇടയിൽ ഹൈ എമൗണ്ട് ഓഫ് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ ഒരു ഏരിയയിൽ ഹൈ എമൗണ്ട് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഫോം ചെയ്യും. ഏകദേശം 30 kW to 175 kW വരെ ആയിരിക്കും ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുക. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നതിൻ്റെ ഫലമായിട്ട് ഈ ഒരു ഇലക്ട്രോൺ ബീം ഹൈ വെലോസിറ്റിയിൽ സഞ്ചരിക്കാൻ തുടങ്ങും. ഈ ഹൈ വെലോസിറ്റിയിൽ പാസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു ലെൻസ് വെച്ചിട്ട് ഇതിനെ കറക്റ്റായി കോൺസെൻട്രേറ്റ് ചെയ്യിക്കും. ഈ എല്ലാ നാരോ ബീംസിനെയും നമ്മൾ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. ദെൻ ഫോക്കസിങ് കോയിലും അഡ്ജസ്റ്റബിൾ കോയിലൊക്കെ വെച്ച് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫോക്കസിങ് കോയിൽ വെച്ച് കറക്റ്റ് ഫോക്കസ് ചെയ്യിപ്പിക്കും. നമ്മളെ വർക്ക് പീസ് ഇതാണെങ്കിൽ ആ വർക്ക് പീസിലേക്ക് കറക്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ വർക്ക് പീസ് പ്ലേസ് ചെയ്തിരിക്കുന്നത് നമ്മളൊരു വാക്വം ചേമ്പറിൻ്റെ ഉള്ളിലായിരിക്കും. വാക്വം ചേമ്പറിൻ്റെ ഉള്ളിലാണ് ഇതിനെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ദെൻ ഈ വർക്ക് പീസിൻ്റെ മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി പുറത്ത് വരുന്ന കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് ഉണ്ടാവുക. ദെൻ ഈ ലെൻസൊക്കെ കറക്റ്റ് യൂസ് ചെയ്ത് നമ്മളെ വർക്ക് പീസിൻ്റെ മുകളിലേക്ക് നമ്മളെ ഈ ഇലക്ട്രോൺ ബീം കറക്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. ദെൻ ആ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ഈ ഓട്ടോമാറ്റിക്കലി വർക്ക് പീസ് ഇങ്ങനെ മൂവ്മെൻറ്റിനനുസരിച്ച് അവിടെ വെൽഡിങ്, അതായത് ഇതിൻ്റെ മുകളിൽ നിന്ന് വരുന്ന ഹൈ വെലോസിറ്റിയിലുള്ള കൈനറ്റിക് എനർജി, ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി നേരെ നമ്മൾ മെറ്റീരിയലിൽ വന്ന് കൊളൈഡ് ചെയ്യുമ്പം അവിടെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദാറ്റ് ഹീറ്റ് എനർജി വിൽ ബി യൂസ്ഡ് ടു മെൽറ്റ് ദ മെറ്റീരിയൽ ആൻഡ് ജോയിൻ ടുഗദർ. ദെൻ മെറ്റീരിയൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ ഓട്ടോമാറ്റിക് കൺട്രോളേഴ്സ് യൂസ് ചെയ്തിട്ട് പുറത്തുനിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഈ ഒരു സെറ്റപ്പിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് വർക്ക് പീസ് ഹാൻഡിൽ ചെയ്യുന്നത്. റോളർ ടൈപ്പാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ വർക്കിംഗ് സെറ്റപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇലക്ട്രോൺ ബീംസ് വെൽഡിങ്ങിൻ്റെ ഒരു വർക്കിംഗ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹൗ ഡസ് ദ പ്രോസസ്സ് വർക്ക്? എങ്ങനെയാണ് നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി റീക്യാപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞുതരാം എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് നടക്കുന്നതെന്ന്. ഫസ്റ്റ് പറഞ്ഞാൽ ഇൻ ദ ഇലക്ട്രോൺ ബീം വെൽഡർ ഇലക്ട്രോൺസ് ആർ ബോയിൽഡ് ഓഫ്, അതായത് നമ്മൾ കറണ്ട് കൊടുത്തു. ദെൻ കറണ്ട് ഈസ് പാസസ് ത്രൂ, ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പവർ സപ്ലൈ ഹൈ വോൾട്ടേജ് ഉള്ള പവർ സപ്ലൈ നമ്മൾ ഈ ഇലക്ട്രോ ടോർച്ചിലേക്ക് കൊടുക്കും. അതാണ്. ദെൻ ദ ഇലക്ട്രോൺ ബീം വെൽഡേഴ്സ് ഇലക്ട്രോൺസ് ആർ ബോയിൽഡ് ഓഫ് ഇൻ ദ കറണ്ട് ഈസ് പാസസ് ത്രൂ ദ ഫിലമെൻറ്റ് വിച്ച് ഈസ് ഇൻ ദ വാക്വം എൻക്ലോഷർ
ആൻഡ് സെക്കൻഡ് പോയിന്റ് പറയുന്നത് എന്താ, ദ ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് ഫ്രം ദ ഹീറ്റഡ് ഫിലമെൻറ്റ് കോൾഡ് ഇലക്ട്രോഡ്. അതായത് ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് ഫ്രം ദ ഹീറ്റഡ് ഫിലമെൻറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോഡ്. അതിനാണ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് ജനറേറ്റഡ് ബൈ എ നെഗറ്റീവ്ലി ചാർജ്ഡ് ഫിലമെൻറ്റ്. ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്, ഇതിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് ജനറേറ്റഡ് ബൈ എ നെഗറ്റീവ്ലി ചാർജ്ഡ് ഫിലമെൻറ്റ് ആൻഡ് bias cup and the positively charged anode. It accelerates the electrons to the about 50 to 80% of speed of light and shapes them into the beam having high kinetic energies. അതാണ് നമ്മളവിടെ പറഞ്ഞ പോയിൻറ്റ്സ്, വേർഡ്സിലേക്ക് ആക്കിയെന്നേ ഉള്ളൂ. Then the electron beams are composed of a electron that are charged particle having rest of, അതായത് ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 9.1 × 10⁻³ kilograms ആയിരിക്കും. The electrons are accelerated from the source with high voltage potential difference. ഞാൻ പറഞ്ഞല്ലോ നമ്മളെ കാഥോഡിൻ്റെ ആനോഡിൽ ഹൈ എമൗണ്ട് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരും. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണമാണ് ഈ ഇലക്ട്രോൺ ബീമിൻ്റെ വെലോസിറ്റി ആക്സിലേറ്റ് ചെയ്യാനുള്ള പവർ കൂടുകയും ചെയ്യുന്നത്. അപ്പോഴാണ് ഹൈ കൈനറ്റിക് എനർജിയിൽ ഇത് നമ്മുടെ വർക്ക് പീസിലേക്ക് പാസ് ചെയ്യുന്നത്. ദെൻ ദ ഇലക്ട്രോൺസ് ആർ ആക്സിലേറ്റഡ് ഫ്രം ദ സോഴ്സ് വിത്ത് ഹൈ വോൾട്ടേജ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 30 kW to 175 kW between a cathode to anode. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്, the stream of electron then passes through a hole in the anode. The stream of electron which is passes through the hole in the anode. The beam is directed by the magnetic forces of focusing by deflecting coil ഒന്ന് ഡിഫ്ലക്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ ഫോക്കസിങ് കോയിലേക്ക് കൊണ്ടുവരും. Then the beam is directed out to the gun column and strike the workpiece. Then high വെലോസിറ്റിയിൽ വരുന്ന കൈനറ്റിക് എനർജിയിൽ വരുന്ന നമ്മുടെ ഇലക്ട്രോൺ ബീം will be strikes on the workpiece. Then the kinetic energy of a electron will be transferred to the heat upon the impact of the workpiece and the cut the perfect hole at the weld joint. The molten metal will fill in the behind the beam and creating the deep finish of weld. വളരെ ഡീപ്പായിട്ട് ഫിനിഷ് ആയിട്ടുള്ള വെൽഡിങ് നമുക്ക് അവിടെ ഫോം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് വെൽഡിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ഇലക്ട്രോൺ ബീം വെൽഡിംഗ് എന്ന് പറയുന്നത്. ഭയങ്കര ഫിനിഷിങ് കൂടി ഒരു വെൽഡിംഗ് പ്രോസസ്സാണെന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വെൽഡിംഗ് പ്രോസസ്സിനെ പറയാം. ദ മോൾട്ടൻ മെറ്റൽ ഫിൽ ഇൻ ബിഹൈൻഡ് ദ ബീം ആൻഡ് ക്രിയേറ്റിംഗ് എ ഡീപ്പ് ഫിനിഷ്ഡ് വെൽഡായിരിക്കും ഈ ഇലക്ട്രോൺ ബീം വെൽഡിംഗ് എന്നുള്ളത്. ഓക്കെ, ഇനി സ്റ്റെപ്പ് യൂസ്ഡ് ഇൻ ഇലക്ട്രോൺ ബീം വെൽഡിംഗ് പ്രോസസ്സ്. അതായത് ഇലക്ട്രോൺ ബീം വെൽഡിംഗ് പ്രോസസ്സിലുള്ള സ്റ്റെപ്പുകളെ കുറിച്ചാണ്. മെയിനായിട്ട് 7 സ്റ്റെപ്സിലാണ് നമുക്ക് ഈ ഒരു ഇലക്ട്രോൺ ബീം വെൽഡിംഗ് പ്രോസസ്സ് നടക്കുന്നത്. ആ സ്റ്റെപ്പിനെ കുറിച്ചാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഫസ്റ്റ് നമ്മുടെ ജോയിൻറ്റ് പ്രിപ്പറേഷൻ. നമുക്ക് എവിടെയാണ് ജോയിൻറ്റ് വേണ്ടത് അവിടെ ജോയിൻറ്റ് ക്രിയേറ്റ് ചെയ്ത ശേഷം ദെൻ നമ്മളെ വർക്ക് പീസ് വളരെ ക്ലീൻ ചെയ്ത് കൃത്യമായിട്ട് വർക്ക് പീസ് വെക്കുക. ദെൻ ഫിക്ചറിങ് ദ വർക്ക് പീസ് ആൻഡ് ദെൻ കറക്റ്റ് സാധനത്തിൽ ഹോൾഡ് ചെയ്ത് എല്ലാം സെറ്റാക്കി വെക്കുക. ദെൻ ഡീമാഗ്നറ്റൈസേഷൻ ഓഫ് വർക്ക് പീസ്. ദെൻ നമ്മൾ ഡീമാഗ്നറ്റൈസേഷൻ ചെയ്യുക, മാഗ്നറ്റിക് എഫക്റ്റൊന്നും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ സെറ്റിംഗ് അപ്പ് ദ വർക്ക് പീസ് ഇൻ ദ ചാമ്പർ. ദെൻ നമ്മൾ വാക്യൂം ചാമ്പറിൻ്റെ ഉള്ളിൽ വർക്ക് പീസ് സെറ്റ് ചെയ്യുക. ദെൻ പമ്പ് ഡൗൺ എയർ ഫ്രം ദ ചാമ്പർ. ദെൻ pump down in air from the chamber and carrying weld. ദെൻ നമുക്ക് വെൽഡിംഗ് പ്രോസസ്സ് തുടങ്ങാം. ഇത്രയും സ്റ്റെപ്പുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഇലക്ട്രോൺ ബീം വെൽഡിംഗ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ജോയിൻറ്റ് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് ജോയിൻറ്റ് ഫില്ല് ചെയ്യാനുള്ള എന്ത് സാധനം പ്രിപ്പയർ ചെയ്യുക. ദെൻ നമ്മൾ വർക്ക് പീസൊക്കെ വളരെ ക്ലീൻ ആക്കി വർക്ക് ചെയ്യുക. ദെൻ വർക്ക് പീസ് ഫിക്ചർ ചെയ്യുക. ദെൻ നമ്മൾ ഡീമാഗ്നറ്റൈസ് ചെയ്യുക വർക്ക് പീസ്. ദെൻ സെറ്റിംഗ് അപ്പ് ദെൻ നമ്മൾ വാക്യൂം ചാമ്പറിൻ്റെ ഉള്ളിൽ വർക്ക് പീസ് സെറ്റ് ചെയ്യുക. ദെൻ അതിൻ്റെ ഉള്ളിലുള്ള എയർ കാര്യങ്ങളൊക്കെ പമ്പ് ചെയ്ത് വെക്കുക. പമ്പ് ഡൗൺ എയർ ഫ്രം ദ ചാമ്പർ ആൻഡ് ക്യാരിങ് വെൽഡിംഗ് പ്രോസസ്സ്. ഈ ഇത്രയും പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഇത്രയും സ്റ്റെപ്പാണ് യൂസ് ചെയ്തിട്ടാണ് ഒരു ഇലക്ട്രോൺ ബീം വെൽഡിംഗ് പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, ദെൻ ജോയിൻറ്റ് ടൈപ്പ് ഫേവറബിൾ ടു ബി വെൽഡ് യൂസിങ് ഇലക്ട്രോൺ ബീം വെൽഡിംഗ്. മെയിനായിട്ട് ഒരു 5 ടൈപ്പ് ഓഫ് ജോയിൻറ്റ്സ് ആണ് നമുക്ക് ഒരു ഈ ഇലക്ട്രോൺ ബീം വെൽഡിങ് യൂസ് ചെയ്തിട്ട് വെൽഡ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ബഡ് ജോയിൻറ്റ് നമുക്ക് ഈ ഒരു ഇലക്ട്രോൺ ബീം വെൽഡിങ് യൂസ് ചെയ്ത് ചെയ്യാം. ദെൻ ടീ ജോയിൻറ്റ് ഓർ ഫില്ലറ്റ് ജോയിൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ അടുത്ത 2 ഫിഗേഴ്സ് കൊടുത്ത AB എന്ന് പറഞ്ഞ് കൊടുത്തുന്ന ടീ ജോയിൻറ്റ് ആൻഡ് ഫില്ലറ്റ് ജോയിൻറ്റ്സ് ആണ്. ദെൻ ലാസ്റ്റ് വൺ ടീ ജോയിൻറ്റ് തന്നെ ബട്ടിൽ അടിക്കാൻ പറ്റുമല്ലോ, ബഡ് ജോയിൻറ്റിലാക്കി അടിക്കാം. അതുപോലെ ലാബ് ജോയിൻറ്റ്. ഇത്രയും ടൈപ്പ് ഓഫ് ജോയിൻറ്റ്സ് ആണ് നമുക്ക് മെയിൻലി ഈ ഒരു ഇലക്ട്രോൺ ബീം വെൽഡിംഗ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മളെ ഇലക്ട്രോൺ ബീം വെൽഡിങ്ങിൻ്റെ മേജർ അഡ്വാൻറ്റേജസിനെ കുറിച്ചാണ്. ഓക്കെ, ഒരുപാട് ടൈപ്പ് അഡ്വാൻറ്റേജസ് ഉണ്ട് ഈ ഒരു ഇലക്ട്രോൺ ബീം വെൽഡിങ്ങിനെ കുറിച്ച്. ഇത് നമ്മൾ വേക്കത്തിലുണ്ടാകുന്ന അഡ്വാൻറ്റേജസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഇലക്ട്രോൺ ബീം വെൽഡിങ് അതായത് EBW നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തിൻ ആൻഡ് തിക്ക് പ്ലേറ്റ്സ്, അതായത് തിന്നായിട്ടുള്ളതായാലും തിക്ക് പ്ലേറ്റ് ആയിട്ടുള്ളതായാലും നമുക്ക്
ഒരുപോലെ തന്നെ വെൽഡ് ചെയ്യാം. നമ്മൾ ബാക്കിയുള്ള വെൽഡിങ് കമ്പയർ ചെയ്യുമ്പോൾ ചിലത് തിന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ചിലത് തിക്ക് മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ നമുക്ക് ഈ ഇലക്ട്രോൺ ബീം വെൽഡിങ്ങിൻ്റെ മേജർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ തിന്നായ മെറ്റീരിയലും ചെയ്യാം, തിക്കായിട്ടുള്ള മെറ്റീരിയലും വെൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഏകദേശം 0.1 mm മുതൽ 300 mm വരെയുള്ള തിക്നെസ് ഉള്ള മെറ്റീരിയൽസ് വരെ നമുക്ക് ഈ ഒരു ഇലക്ട്രോൺ ബീം വെൽഡിങ് യൂസ് ചെയ്തിട്ട് വെൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് പോയിന്റ് പറയുന്നത് എന്താ, എക്സ്ട്രീംലി നാരോ സീം. അതായത് ഇതിൻ്റെ ഇലക്ട്രോൺ ബീം എന്ന് പറഞ്ഞാൽ ഭയങ്കര നാരോ ആയിട്ടുള്ള ബീമാണ്. അതിൻ്റെ TB റേഷ്യോ എന്ന് പറയുന്നത് 50:1 ആണ്. ഓക്കെ, ദെൻ അടുത്ത് പറയുന്നത് ലോ ഓവറോൾ ഹീറ്റ് ഇൻപുട്ട്. അതുപോലെ നമുക്ക് ഹീറ്റ് ഇൻപുട്ട് വളരെ ലോ ആണ് വരുന്നത്. അതുപോലെ ലോ ഡിസ്റ്റോഷൻ ആണ് വരുന്നത്. ദ വെൽഡിങ് ഓഫ് കംപ്ലീറ്റ്ലി പ്രോസസ്ഡ് കോമ്പണൻറ്റ്. ദ വെൽഡിങ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി പ്രോസസ്ഡ് കമ്പോണൻസ് ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണ്, ഹൈ വെൽഡിങ് സ്പീഡ് ഈസ് പോസിബിൾ. അതന്നെ നമ്മൾ ഈ ഒരു ഇലക്ട്രോൺ ബീം വെൽഡിങ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് വെൽഡിങ്ങിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആയിരിക്കും. നമുക്കൊരു പെട്ടെന്ന് തന്നെ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് മറ്റേതിൻ്റെ അത്ര ടൈം കൺസ്യൂമിങ് അല്ല ഈ ഒരു ഇലക്ട്രോൺ ബീം വെൽഡിങ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് നോ ഷീൽഡിങ് ഗ്യാസ്. ഇതിന് നമുക്ക് ആർക്ക് വെൽഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ആർക്ക് വെൽഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ഷീൽഡിങ് ഗ്യാസ് അതിൽ പ്രൊവൈഡ് ചെയ്യണം, അതായത് ഓക്സൈഡ് സൈഡ് കോൺടാക്റ്റ് വരുന്നത്. ഇത് നമ്മൾ വാക്വം ചാമ്പറിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ദർ ഇസ് എ നോ ഷീൽഡിങ് ഗ്യാസ് ഇസ് റിക്വേർഡ്. അത് അടുത്തൊരു മേജർ അഡ്വാൻറ്റേജ് തന്നെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ഹൈ പ്രോസസ് ആൻഡ് പ്ലാന്റ് എഫിഷ്യൻസി. ഈ ഒരു പ്രോസസ്സിന് ഹൈ പ്ലാന്റ് എഫിഷ്യൻസി ആയിരിക്കും. നമ്മൾ ഈ വെൽഡിങ് ചെയ്യുന്നത് ഹൈ എഫിഷ്യൻസി കമ്പയറിങ് ടു അതർ വെൽഡിങ് ഇതിന് കൂടുതലായിരിക്കും. ദെൻ മെറ്റീരിയൽ ഡിപ്പെൻഡൻസ് ആൻഡ് ഓഫൺ ടു ദ ഓൺലി വെൽഡിങ് മെത്തേഡ്. ഒരു മെറ്റീരിയൽ ഡിപ്പെൻഡൻസ് ഓഫൺ ചെയ്യാൻ പറ്റുന്ന ഏക ഒരു വെൽഡിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഇലക്ട്രോൺ ബീം വെൽഡിങ് ആണ്. ഓക്കെ, ഇനി എന്തൊക്കെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ് നമ്മളെ ഈ ഒരു ഇലക്ട്രോൺ ബീം വെൽഡിങ്ങിലുള്ളതെന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇലക്ട്രോൺ ബീം വെൽഡിങ്ങിൻ്റെ മേജർ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഈസ് റിക്വയർഡ്. അത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റീരിയൽ ഈസ് റിക്വയർഡ്. അത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുള്ള മെറ്റീരിയൽ റിക്വയർ ചെയ്യുന്നതാണ് മറ്റൊരു മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഹൈ കൂളിംഗ് റേറ്റ്സ് ആണ്. അതായത് ഇതിന് കൂൾ ചെയ്യാനുള്ളത് ഹൈ കൂളിംഗ് റേറ്റ്സ് ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഹാർഡനിങ് ചെയ്യേണ്ട ആവശ്യം വരുന്നതുകൊണ്ട് തന്നെ അതിനുള്ളിൽ വരെയുള്ള ക്രാക്സ്, അത് ബോൾസോ ഒക്കെ ഹോൾസൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് എന്നുള്ളതാണ് ഇലക്ട്രോൺ ബീം വെൽഡിങ്ങിൻ്റെ മെയിൻ ഡിസ്അഡ്വാൻറ്റേജസ്. ഓക്കെ, ദെൻ ഹൈ പ്രിസിഷൻ ഓഫ് സീം പ്രിപ്പറേഷൻ. അതുപോലെ ഹൈ പ്രിസിഷൻ സീം നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഹൈ പ്രിസിഷൻ ഓഫ് സീം പ്രിപ്പറേഷൻ കുറച്ച് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ദെൻ ബി മേ ബി ഡിഫ്ലക്റ്റഡ് ബൈ മാഗ്നറ്റ്. നമ്മളെ ഈ ഇലക്ട്രോൺ ബീം വരുമ്പോൾ തന്നെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എഫക്റ്റ് ഉള്ളതുകൊണ്ട് അത് ഡിഫ്ലക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് അടുത്തൊരു മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത്. അതുപോലെ നമ്മൾ എക്സ്റേ ഫോർമേഷൻ വരും, അതായത് പുറത്തേക്ക് റേഡിയേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും അടുത്തുള്ള നിൽക്കുന്ന ആൾക്കൊന്നും അത്ര ഒരു നല്ലതല്ല. ഓക്കെ, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ദ സൈസ് ഓഫ് വർക്ക് പീസ് ഈസ് ലിമിറ്റഡ് ബൈ ദ ചാമ്പർ സൈസ്. അതായത് സൈസ് ഓഫ് എ വർക്ക് പീസ് ഈസ് ലിമിറ്റഡ് ബൈ എ ചാമ്പർ സൈസിന് ലിമിറ്റഡ് ആണ്. ദെൻ ഈ ഒരു ഇലക്ട്രോൺ ബീം വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതൊരു വേണമെങ്കിൽ നമുക്കൊരു മേജർ ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ പറയാം. നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ് കമ്പയറിങ് ടു അതർ വെൽഡിംഗ് പ്രോസസ്സ്. ഈ ഒരു വെൽഡിങ്ങിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളാണ് മേജർ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇലക്ട്രോൺ ബീം വെൽഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് അനദർ ടൈപ്സ് ഓഫ് വെൽഡിങ്ങിനെ കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അനദർ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വെൽഡിങ് പ്രോസസ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഫ്രിക്ഷണൽ വെൽഡിങ്ങിനെ കുറിച്ചാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം ഫ്രിക്ഷണൽ വെൽഡിംഗ് എന്ന് പറയുന്നത് ഒരു സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് ആണ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഫ്രിക്ഷണൽ വെൽഡിംഗ് ഈസ് എ സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് പ്രോസസ്സ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് ഈസ് ദ വെൽഡിംഗ് പ്രോസസ് ദർ ഈസ് എ നോ എക്സ്റ്റേണൽ. അതായത് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു ഹീറ്റിൻ്റെ ആവശ്യമില്ലാതെ ചെയ്യാൻ പറ്റുന്ന വെൽഡിംഗ് പ്രോസസ്സുകളെയാണ് നമ്മൾ സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ടൈപ്പ് ഓഫ് വെൽഡിംഗ് ഇസ് കോൾഡ് ഫ്രിക്ഷണൽ വെൽഡിംഗ്. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിന്റ് പറയുന്നത് എന്താണ്, use relative motions and high force to create a frictional heat at the weld face up to the point where plasticized. അതായത് യൂസിങ് റിലേറ്റീവ് മോഷൻസ് ആൻഡ് ഹൈ ഫോഴ്സ് ടു ക്രിയേറ്റ് എ ഫ്രിക്ഷണൽ ഹീറ്റ് അറ്റ് ദ വെൽഡ് ഫേസ് അപ്പ് ടു ദ പോയിൻ്റ് വേർ പ്ലാസ്റ്റിക്. മെയിനായിട്ട് നമ്മളൊരു ഫ്രിക്ഷണൽ വെൽഡിങ് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഒബ്ജക്റ്റുകൾ ഉണ്ടാവും. അതിപ്പോൾ സ്ക്വയർ ആയിട്ടുള്ളത് ഉണ്ടാവും, റൗണ്ട് ആയിട്ടുള്ളത്, ഒരുപാട് ഒബ്ജക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഏത് ഒബ്ജക്റ്റ് ആണെങ്കിലും ഒന്ന് എപ്പോഴും ഫിക്സഡും ഒന്ന് എപ്പോഴും മൂവബിളും ആയിരിക്കും. ദെൻ ഇതിലേതെങ്കിലും ഒരു സാധനം വന്നിട്ട് ഈ മൂവബിളുള്ള സാധനത്തിൻ്റെ മുകളിലേക്ക് വന്ന് നമ്മൾ ഒരു
നമ്മൾ ഇതിനെ അറ്റാച്ച് ചെയ്യുന്ന ടൈമിൽ അവിടെ ഹീറ്റ് എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ആ ഹീറ്റ് എനർജീന് പുറമെ അവിടെ പ്രഷർ എനർജി ക്രിയേറ്റുകയും ചെയ്യും. ഈ ഹീറ്റ് എനർജി കാരണം ഇത് ഹീറ്റ് ചെയ്യുമ്പം ഇതിനുള്ളിൽ നമ്മളൊരു അവിടെ മെറ്റീരിയൽ മെൽട്ടാവുകയും ആ മെൽട്ടാവുന്നതിടയ്ക്ക് നമ്മൾ ഒരു പ്രഷർ എനർജി ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രഷർ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇതിലയിലേക്ക് നിന്നിട്ട് കൃത്യമായിട്ട് ജോയിൻ ചെയ്യുന്നു. ഇതൊരു വേണമെങ്കിൽ നമുക്കൊരു ഇങ്ങനെ ഫോം ചെയ്യുന്ന വെൽഡിങ്ങിനാണ് നമ്മൾ ഫ്രിക്ഷണൽ വെൽഡിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ജോയിൻ ചെയ്യുന്നു. ഇത് വേണമെങ്കിൽ ഒരു ഫോർജ്ഡ് വെൽഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മെറ്റൽ ഹീറ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ പ്രസ് ചെയ്യണ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, നമ്മളെ കാസ്റ്റിംഗ് അല്ല മറ്റേ ഫോർജിങ്ങിൻ്റെ കേസിൽ. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് വെൽഡിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രിക്ഷണൽ വെൽഡിങ്ങിനെ പറയാം. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് പറയുന്നത് ആഫ്റ്റർ ദാറ്റ് ഇൻ്റർമിക്സിങ് അറ്റ് ദ വെൽഡിംഗ് ഫേസസ് ആൻഡ് എൻഡ് അപ്പ് ടു ദ ജോയിൻറ്റ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എന്താ, ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് എ വെൽഡിംഗ് പ്രോസസ്, ഇറ്റ്സ് ഫോർ. അതാണ് ഞാൻ പറഞ്ഞ പോയിൻ്റ് അതാണ്. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് എ വെൽഡിംഗ് പ്രോസസ്, എ ഫോർജിങ് പ്രോസസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദ പ്രോസസ് ആർ കാറ്റഗറൈസ്ഡ് ബൈ ദ ടൈപ്സ് ഓഫ് റിലേറ്റീവ് മോഷൻ. അതായത് നമ്മൾ കൊടുക്കുന്ന ഓരോന്നിൻ്റെ മോഷൻസിനെ അനുസരിച്ചിട്ടാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പോൾ റൗണ്ട് അതിന് റൊട്ടേഷണൽ മോഷൻ ഉണ്ടാവും, ചിലത് ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഓസിലേറ്റിൻ്റെ മുകളിലേക്ക് ആയിരിക്കും നമ്മൾ ഒബ്ജക്റ്റ് കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പോൾ അതിന് മുകളിൽ ഹീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഓരോന്നിനും ഓരോന്നോ ടൈപ്പാണ്. അതിനനുസരിച്ച് നമ്മൾ ഈ ഒരു ഫ്രിക്ഷണൽ വെൽഡിങ്ങിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇനി അടുത്ത സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷണൽ വെൽഡിങ് പ്രോസസ്സുകളുണ്ട്. മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 4 ടൈപ്പ് ഫ്രിക്ഷണൽ വെൽഡിംഗ് ഉണ്ട്. നമ്മളതിൽ ഡീറ്റെയിലായി ഡിസ്കസ് ചെയ്യുന്നത് 3 ടൈപ്പ് ഡീറ്റെയിലായി ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് വൺ ഈസ് ലീനിയർ ഫ്രിക്ഷൻ വെൽഡിംഗ്, സെക്കൻഡ് വൺ ഈസ് റോട്ടറി ഫ്രിക്ഷൻ വെൽഡിംഗ്, ആൻഡ് തേർഡ് വൺ ഈസ് സ്റ്റെയർ ഫ്രിക്ഷൻ വെൽഡിംഗ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഓർബിറ്റൽ ഫ്രിക്ഷൻ വെൽഡിംഗ്. ഇത്രയും 4 വെൽഡിംഗ് പ്രോസസ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷണൽ വെൽഡിംഗ് പ്രോസസ്സാണുള്ളത്. അപ്പോൾ ഇനി ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വരുന്നത് ലീനിയർ ഫ്രിക്ഷണൽ വെൽഡിംഗ് പ്രോസസ്സാണ്. ലീനിയർ ഫ്രിക്ഷണൽ വെൽഡിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, 2 ഒബ്ജക്ട്സ് ഉണ്ടാവും. ഇതാണ് 2 ഒബ്ജക്റ്റ്. ഈ 2 ഒബ്ജക്റ്റ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് ഈ ഒരു പോർഷനാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് 2 പോർഷനാണ്. ഇതിൽ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫിക്സഡ് ആയിട്ട് വെക്കുന്ന ഒരു പോർഷനാണ്. ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അല്ല, മൂവബിളാണ്. ഇതിൽ മൂവബിളായി ചെയ്യുന്നത് പറഞ്ഞാൽ ഓസിലേറ്റ് ചെയ്യാണ്, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നൊരു മെറ്റീരിയൽസാണിത്. അതിൻ്റെ മോഷൻ കാണിച്ചു തന്നിട്ടില്ല. ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ലോഡ് അപ്ലൈ ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, ഒരു പ്രഷർ ലോഡ് ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഈ ഒരു സംഭവം സ്റ്റേഷനിലുള്ള സാധനത്തിലേക്ക് നമ്മൾ ഈ മൂവബിളിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഇത് മറ്റേ മൂവബിളല്ലേ, അപ്പോൾ അവിടെ അതിനോട് ഹീറ്റ് ക്രിയേറ്റ് ചെയ്യും. ഹീറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പുറത്ത് ഇവിടെ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ, ആ ലോഡ് അപ്ലൈ ചെയ്യുന്ന പറഞ്ഞാൽ ഹീറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പറയുമ്പം ഇവിടെ മെൽട്ട് ആവുകയും ഈ ലോഡ് വരുന്നതിനോടുകൂടി ഈ സാധനം ജോയിൻ ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ലീനിയർ ഫ്രിക്ഷൻ വെൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പോയിൻ്റ് വൈസ് നോക്കാം. 1 പീസ് അറ്റ് സ്റ്റേഷനറി ആൻഡ് 1 പീസ് അറ്റ് ഓസിലേറ്റിംഗ്. ഈ ഒരു പീസാണ് സ്റ്റേഷനായി നിൽക്കുക, ഈ ഒരു പീസാണ് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ അടുത്ത പോയിന്റ് പറയുന്നത് ദ സ്റ്റേഷനറി പാർട്ട് വുഡ് ബി പുഷ്ഡ് ഇൻ ടു ദ പ്ലേറ്റ്. ഈ ഒരു സ്റ്റേഷനറി പാർട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് പുഷ് ചെയ്യും. ഈ പുഷ് ചെയ്യുന്നതിൻ്റെ ഫലമായി ഓസിലേറ്റ് ചെയ്യുന്ന സാധനത്തിനുള്ള നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഹീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു ലോഡും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ ഈ സാധനം ജോയിൻ ചെയ്യുകയും ചെയ്യും. ദെൻ യൂസ് ദ റിലേറ്റീവ് മോഷൻ ആൻഡ് ഹൈ ഫോഴ്സ് ഇൻ ദ ഓർഡർ. അതായത് ഇതിൻ്റെ നമ്മൾ സ്റ്റേഷൻ വുഡ് ബി പുഷ് ഇൻ ഇതിൽ പുഷ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന 2 സാധനങ്ങളാണ്, ഒന്ന് ഹീറ്റ് എനർജിയും ഒന്ന് പ്രഷർ എനർജിയും. ഓക്കെ, ദെൻ ദ റിലേറ്റീവ് മോഷൻ ആൻഡ് ദ ഹൈ ഫോഴ്സ് ഇൻ ഓർഡർ ടു ഹീറ്റ് അപ്പ് ദ വെൽഡ്. Then the relative motion of high force and in order to heat up the weld interface for forging, temperature creating 2 pieces of forging. ഇത് 2 pieces forging പകരം ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ക്യാൻ യൂസ് ഫോർ ദ കോംപ്ലക്സ് ജോമെട്രി ആൻഡ് ആപ്ലിക്കേഷൻ ആൻഡ് ഹൈ വോളിയം ആപ്ലിക്കേഷൻ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് കോംപ്ലക്സ് ജോമെട്രിയിലും ആപ്ലിക്കേഷനിലും ഹൈ വോളിയം ആപ്ലിക്കേഷനിലും നിയർ നെറ്റ് ഷേപ്പ് ആപ്ലിക്കേഷൻ. എക്സാമ്പിൾ വേണമെങ്കിൽ ജെറ്റ് എൻജിൻസ്, ബ്ലേഡ്സിൻ്റെ, കാറിൻ്റെ ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫ്രിക്ഷണൽ വെൽഡിംഗ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. ഈ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിൻ്റെ കേസസിലാണ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ലീനിയർ ഫ്രിക്ഷണൽ വെൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള റോട്ടറി ഫ്രിക്ഷണൽ വെൽഡിംഗ് പ്രോസസ്സ്. മറ്റേത് നമ്മൾ സ്ക്വയർ ടൈപ്പ് മെറ്റീരിയൽ ആണെങ്കിൽ ഇത് നമുക്ക് റൗണ്ട് ടൈപ്പ് മെറ്റീരിയൽസാണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് പോയിൻ്റ് എന്താണ്, 1 പീസ് അറ്റ് സ്റ്റേഷൻ ആൻഡ് സെക്കൻഡ് പീസ് അറ്റ് റൊട്ടേറ്റിംഗ്. നമ്മൾ മറ്റേത് പറഞ്ഞത് ഇതിൽ 1 പീസ് ഈ സ്റ്റേഷനെ അനദർ പീസ് ഈസ് മറ്റേ ഓസിലേറ്റ് ആണെങ്കിൽ ഇവിടെ റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ,
സെക്കൻഡ് പോയിന്റ് പറയുന്നത് എന്താണ്? ഓൺലി വൺ ഓഫ് ദ പീസ് ഈസ് നീഡഡ് ടു ബി സിമ്മട്രിക്കൽ അറൗണ്ട് ഇറ്റ്സ് റൊട്ടേറ്റിംഗ് ആക്സസ്. Only one of the piece is needed to be symmetric around the rotating axis, and next part does not necessary to symmetric. There are three main types ആണുള്ളത്: inertia friction welding, direct drive welding and hybrid type welding എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നുമില്ല, ഇതാണ് നമ്മളെ മെറ്റീരിയൽ. ഇത് നമ്മൾ ഫിക്സഡ് ആക്കി വെച്ച മെറ്റീരിയൽ. ഇത് നമ്മൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽ. ദെൻ ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ഈ മെറ്റീരിയൽ നേരെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ഫലമായിട്ട് അവിടെ ഹീറ്റ് എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അവിടുന്ന് ഒരു ലോഡും കൂടി വരുന്നതിൻ്റെ ഫലമായിട്ട് ഇത് വെൽഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ആ വെൽഡ് ചെയ്തതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഈ സാധനം കൃത്യമായിട്ട് ജോയിൻ ചെയ്യും. ഇങ്ങനെ വരുന്ന ഈ ഒരു വെൽഡിങ് പ്രോസസ്സിനാണ് നമ്മൾ റോട്ടറി ഫ്രിക്ഷണൽ വെൽഡിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിലാണ് നമ്മൾ 3 ടൈപ്പ് ഉണ്ട്: ഇനേർഷ്യ ഫ്രിക്ഷൻ വെൽഡിങ് ആൻഡ് ഡയറക്റ്റ് ഡ്രൈവ് ആൻഡ് ഹൈബ്രിഡ് ടൈപ്പ് വെൽഡിങ് എന്ന് പറഞ്ഞിട്ട് 3 ഉണ്ട്. ഓക്കെ, ക്ലിയർ? ദെൻ നമ്മൾ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് വെൽഡിംഗ് ആണ് സ്റ്റെയർ ഫ്രിക്ഷണൽ വെൽഡിംഗ് പ്രോസസ്സാണ്. ഇതിൻ്റെ തേർഡ് ടൈപ്പ് ഓഫ് ഒരു വെൽഡിംഗ് പ്രോസസ്സാണ് സ്റ്റെയർ ഫ്രിക്ഷണൽ വെൽഡിംഗ് പ്രോസസ്സ് എന്നാണ്. ഓക്കെ, ഇതിനെ നമുക്ക് നോക്കാം. പോയിൻ്റ് വൈസ് നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ് പറയുന്നത് എന്താണ്? ബോത്ത് വർക്ക് പീസ് ആർ സ്റ്റേഷനറി. ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് 2 വർക്ക് പീസസ് ഉണ്ട്. കൊണ്ടുവരാൻ ഇതാണ് 2 വർക്ക് പീസസ്. ഇതൊരു വർക്ക് പീസ്, ഇത് 2 വർക്ക് പീസ്. ഈ 2 വർക്ക് പീസസ് ഉണ്ടാവും. ഈ രണ്ടും സ്റ്റേഷനറിയിലുള്ളതാണെന്നാണ് ഇതിൻ്റെ ഒരു മെയിൻ ഡിഫറൻസ് കമ്പയറിങ് ടു മറ്റേ 2 എണ്ണം. ദെൻ ദ സെക്കൻഡ് പോയിന്റ് പറയുന്നത് എന്താ? ദ വർക്ക് പീസ് ഷുഡ് ബി മെറ്റൽ ഓർ എക്സ്ട്രൂഷൻ. ഈ വർക്ക് പീസ് കുഡ് ബി ഇത് മെറ്റൽ ഓർ എക്സ്ട്രൂഷൻ ടൈപ്പ് മെറ്റീരിയൽസ് ആയിരിക്കണം. ഓക്കെ, അടുത്ത് യൂസ് നോൺ കൺസ്യൂമർ പിൻ ടൂൾ ദാറ്റ് വിൽ ബി റൊട്ടേറ്റിംഗ് ആൻഡ് പ്രൊവൈഡിങ്. ഇതിൽ നമ്മളൊരു എക്സ്ട്രാ നമ്മൾ കമ്പയറിങ് ടു അതർ ഒരു പിൻ ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ പിൻ ടൂളാണ് ഇതിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ മുകളിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദ യൂസ് ഓഫ് നോൺ കൺസ്യൂമർ പിൻ ടൂൾ ദാറ്റ് വിൽ ബി റൊട്ടേറ്റിംഗ് ആൻഡ് പ്രൊവൈഡിങ് ദ ഫോഴ്സ് ഫോർ ഫോർജിങ്. ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ഫോഴ്സ് കൊടുത്തിട്ട് ഈ ഒരു സാധനമാണ് നമ്മൾ ഈ മെറ്റലിലേക്ക്, ഈ 2 മെറ്റീരിയലിൻ്റെ മുകളിലേക്ക് പ്രസ് ചെയ്യുന്നത്. ഈ പ്രസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഹീറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ഹീറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് നമ്മളൊരു ഫോഴ്സ് കൂടി അപ്ലൈ ചെയ്യുമ്പോൾ ഇത് 2 ജോയിൻ ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനത്തെ ഒരു വെൽഡിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റെയർ ഫ്രിക്ഷണൽ വെൽഡിംഗ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് പറയുന്നത് എന്താണ്? വെൻ ദ പിൻ ഈസ് ട്രാൻസ്വേഴ്സ് അലോങ് ദ സീം ഇറ്റ് ലീവ്സ് ദ ഫോർജ്ഡ് വേക്ക് ഇൻ ഇറ്റ്സ് പാത്ത്. ദെൻ ഈ സാധനം നമ്മളിങ്ങനെ നമ്മൾ ഏത് ജോയിൻറ്റ്സിലേക്കാണ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഇതിനെ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കും. ഈ പിന്നെ ജോയിൻ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഭാഗത്തൊക്കെ ഹീറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും നമ്മൾ ട്രാൻസ്വേഴ്സിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ സാധനം അതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് വെൽഡിംഗ് പ്രോസസ്സാണ് സ്റ്റെയർ ഫ്രിക്ഷണൽ വെൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ആ പോയിന്റ് പറഞ്ഞത്. വെൻ ദ പിൻ ഈസ് ട്രാൻസ്വേഴ്സ് അലോങ് ദ സീം ഇറ്റ് ലീവ്സ് ആൻഡ് ഫോർജ്ഡ് വേക്ക് ഇൻ ദ പാത്ത്. ദെൻ ലാസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണ്? യൂസ് ടു വെൽഡ് വെരി തിൻ മെറ്റീരിയൽസ്. മെയിനായിട്ട് തിൻ മെറ്റീരിയൽസ് വെൽഡ് ലോങ് പീസസ്. THIN ആണ്, THO ആണ്, എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. യൂസ് ടു വെൽഡ് വെരി തിൻ മെറ്റീരിയൽസ് ആൻഡ് വെൽഡ് ലോങ് പീസസ്. എക്സാമ്പിളായിട്ട് മെറ്റൽ ഷീറ്റ് കാര്യങ്ങളൊക്കെ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെയിനായിട്ട് സ്റ്റെയർ ഫ്രിക്ഷണൽ വെൽഡിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് ഫ്രിക്ഷണൽ വെൽഡിങ് പ്രോസസ്സിലുള്ള 3 ടൈപ്പ് ഓഫ് ഫ്രിക്ഷണൽ വെൽഡിങ്. ദാറ്റ് ഈസ് ലീനിയർ ഫ്രിക്ഷണൽ വെൽഡിങ് പ്രോസസ്, റോട്ടറി ഫ്രിക്ഷണൽ വെൽഡിംഗ് പ്രോസസ് ആൻഡ് സ്റ്റെയർ ഫ്രിക്ഷണൽ വെൽഡിംഗ് പ്രോസസ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ മേജർ അഡ്വാൻറ്റേജസിനെയും ഡിസഡ്വാൻറ്റേജിനെ കുറിച്ചാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് നമ്മളെ ഈ ഒരു ഫ്രിക്ഷണൽ ടൈപ്പ് വെൽഡിങ്ങിന് ഉള്ളതെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയുന്നത് ദ സിംപ്ലിസിറ്റി ഓഫ് ഓപ്പറേഷൻ. നമ്മൾ അതർ വെൽഡിങ്ങിന് കമ്പയർ ചെയ്യുമ്പം ഇതിൻ്റെ വർക്കിംഗ് ഭയങ്കര സിമ്പിളാണ്. അതായത് 2 വർക്ക് പീസ് ഉണ്ടാവും. ഒന്ന് സ്റ്റേഷനായിരിക്കും, ഒന്ന് റൊട്ടേറ്റിംഗ് ആയിരിക്കും. റൊട്ടേറ്റിൻ്റെ മുകളിൽ നമ്മളൊരു പ്രഷർ കൊടുക്കും. റൊട്ടേറ്റ് ചെയ്യുന്ന സാധനം നമ്മൾ ഇതിനുള്ള അറ്റാച്ച് ചെയ്യുന്ന ഫലമായി അവിടെ ഹീറ്റ് എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അവിടുന്ന് എക്സ്ട്രാ ലോഡ് കൊടുക്കുന്ന ഫലമായി അത് ജോയിൻ ചെയ്യുകയും ചെയ്യുന്നു. ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതുതന്നെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻ്റെ സിംപ്ലിസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതാണ് ഫസ്റ്റ് മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് ഈ ഒരു പ്രോസസ്സിൽ പറയുന്നത്. അതുപോലെ ലെസ് ടൈം ഈസ് റിക്വയർഡ്. വളരെ ചെറിയ ടൈമിൽ തന്നെ നമുക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്തു തീർക്കാൻ കഴിയുന്നുള്ളതാണ് അടുത്ത അഡ്വാൻറ്റേജ്. ഓക്കെ, അടുത്ത് പറയുന്നത് ലോ സർഫസ് ഇമ്പ്യൂരിറ്റീസ് ആൻഡ് ഓക്സൈഡ് ഫിലിംസ്. അതായത് സർഫസ് ഇമ്പ്യൂരിറ്റിയും ഓക്സൈഡിൻ്റെ ഇതൊക്കെ കണ്ടൻറ്റൊക്കെ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് അടുത്തൊരു അഡ്വാൻറ്റേജസ്. കമ്പയറിങ് ടു റെസിസ്റ്റൻസ് ബട്ട് വെൽഡിങ് പ്രൊഡ്യൂസ് ഇംപ്രൂവ്ഡ് വെൽഡ്. അതായത് നമ്മൾ റെസിസ്റ്റൻറ്റ് ബട്ട് വെൽഡിംഗ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് അതിനെക്കാട്ടും ഒരുപാട് ഇതിൻ്റെ വെൽഡിംഗ് ജോയിൻറ്റ് ഭയങ്കര ഇമ്പ്രൂവ്ഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞാൽ അടുത്ത അഡ്വാൻറ്റേജ് പറഞ്ഞാൽ
നാരോ വിയർ ഹീറ്റ് എഫക്റ്റഡ് സോൺ, അതായത് വളരെ ചെറിയ ഹീറ്റ് എഫക്റ്റഡ് സോണേ ഇതിന് വരുന്നുള്ളൂ കമ്പയറിങ് ടു അതർ വെൽഡിങ്. ദ ഹീറ്റ് എഫക്റ്റഡ് ഏരിയ ഈസ് സ്മോൾ കമ്പയറിങ് ടു ദ ഫ്ലാഷ് വെൽഡിങ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹീറ്റ് എഫക്റ്റഡ് ഏരിയ വളരെ ചെറുതാണ് കമ്പയറിങ് ടു ഫ്ലാഷ് വെൽഡിങ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞാൽ സ്ട്രോങ് വെൽഡ് ഫോർ ഓൾ ജോമെട്രീസ്. അതുപോലെ എല്ലാ ജോമെട്രിയിലും നമുക്കിത് സ്ട്രോങ് വെൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫ്രിക്ഷണൽ വെൽഡിങ്ങിൻ്റെ അടുത്തൊരു അഡ്വാൻറ്റേജസ്. ക്യാൻ ജോയിൻ ഡിസിമിലർ, അതായത് ഈ സംഭവം 2 ഡിസിമിലർ മെറ്റൽ ആണെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു ഫ്രിക്ഷണൽ വെൽഡിങ് യൂസ് ചെയ്യാം എന്നുള്ളതാണ് അനദർ അഡ്വാൻറ്റേജസ്. എന്തൊക്കെ മേജർ ഡിസ്അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ ഈ ഒരു പ്രോസസ്സിനുള്ളതെന്നാണ് ഇനി നോക്കാനുള്ളത്. ഇനി മെയിൻ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു ഫ്ലാറ്റ് ആൻഡ് ആംഗുലാർ വെൽഡ്. ഈ പ്രോസസ്സ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ളതും ആംഗുലാർ വെൽഡിനും നമുക്ക് ഈ ഒരു ഫ്രിക്ഷണൽ വെൽഡിങ് അത്ര പോസിബിൾ അല്ല. യൂസ് ജോയിനിങ് ഫോർ സ്മോൾ, അതുപോലെ ചെറിയ പാർട്സ് ജോയിൻ ചെയ്യാനും ഈ ഒരു ഫ്രിക്ഷണൽ വെൽഡിങ് അത്ര പോസിബിൾ അല്ല. ഇൻ കേസ് ഓഫ് ട്യൂബ് വെൽഡിങ് പ്രോസസ് ഗെറ്റ് കോംപ്ലിക്കേറ്റഡ്. ഇൻ കേസ് ഓഫ് ഇറ്റ്, അതായത് നമ്മൾ ചെറിയ ട്യൂബ്സ് കാര്യങ്ങളൊക്കെ വെൽഡ് ചെയ്യില്ലേ, ആ ഒരു പ്രോസസ്സ് നമ്മൾ ഈ ഒരു ഫ്രിക്ഷണൽ വെൽഡിങ് കൊണ്ട് നമുക്ക് അത്ര പോസിബിൾ അല്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇൻ ഹൈ കാർബൺ സ്റ്റീൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റിമൂവ് ദ ഫ്ലാഷ്. അതായത് ഒരു ഹൈ കാർബൺ സ്റ്റീൽ ആണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു റിമൂവ്, ആ ഫ്ലാഷ് റിമൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റിക്വയർസ് ഹെവി റിജിഡ് മെഷീൻസ് ഡ്യൂ ടു ഹൈ ട്രസ്റ്റ് പ്രഷർ. ഇറ്റ് റിക്വയർസ് ഹൈ റിജിഡ് മെഷീൻസ് ഡ്യൂ ടു ഹൈ ട്രസ്റ്റ് പ്രഷർ ഉള്ളതുകൊണ്ട് തന്നെ അത് കുറച്ച് ഹെവി ആയിരിക്കും. ഓക്കെ, ദെൻ ഇനി മെയിൻ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കുകയാണ്. നമ്മൾ ഈ ഒരു ഫ്രിക്ഷണൽ വെൽഡിങ്ങിൻ്റെ മെയിൻ അപ്ലിക്കേഷൻസ് ആണ് ഇനി പറയുന്നത്. മെയിനായിട്ട് നമ്മളിത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ബൈ മെറ്റാലിക് എൻജിൻ വാൾവ്സ് ക്രിയേറ്റ് ചെയ്യാനും യൂണിവേഴ്സൽ ജോയിൻറ്റ് യോക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ മെയിനായിട്ട് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എയറോസ്പേസ് അപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് ടർബൈൻ്റെ ബ്ലേഡ്സ് ഇല്ല, ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്ന ബ്ലേഡ്സ് കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രിക്ഷണൽ വെൽഡിംഗ് ആണ്. അതുപോലെ സീംലെസ് ജോയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എയറോസ്പേസിൻ്റെ ചെയ്യുന്നത് നമ്മൾ ഫ്രിക്ഷണൽ വെൽഡിംഗ് ആണ്. അടുത്ത കൺസ്യൂമർ ഹാൻഡ് ടൂൾസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് വെൽഡിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അത് മെഡിക്കൽ പർപ്പസ്, അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലും കാര്യങ്ങളും സർജിക്കൽ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഫോർജ് വെൽഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്, ഫ്രിക്ഷണൽ വെൽഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ മറൈൻ ആപ്ലിക്കേഷൻ ടർബൈൻസിൻ്റെ കാര്യങ്ങളിലൊക്കെ, അതുപോലെ മൈനിങ് ആൻഡ് ഡ്രില്ലിങ്ങിൻ്റെ കേസിൽ ട്വിസ്റ്റിംഗ് ഡ്രില്ല് കാര്യങ്ങളൊക്കെ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ഫ്രിക്ഷണൽ വെൽഡിംഗ് ആണ്. അതുപോലെ ഹൈഡ്രോളിക് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും വെൽഡ് ചെയ്യാനും ഈ ഒരു ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രോൺ ബീം വെൽഡിങ്ങിനെ കുറിച്ചാണ്. ഇലക്ട്രോൺ ബീം വെൽഡിങ് EBMനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തു. EBMനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ ഡയഗ്രം റെപ്രസെൻറ്റ് ചെയ്തു, അതിൻ്റെ വർക്കിംഗ് പറഞ്ഞു, ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദെൻ നമ്മൾ ഫ്രിക്ഷണൽ വെൽഡിങ്ങിനെ കുറിച്ചാണ് പിന്നെ പഠിച്ചത്. എങ്ങനെയാണ് ഫ്രിക്ഷണൽ വെൽഡിങ്, എന്താണ് ഫ്രിക്ഷണൽ വെൽഡിംഗ് എന്ന് പറഞ്ഞു. ദെൻ സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് ആണ്, എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ പറഞ്ഞു. അതന്നെ 4 ടൈപ്പ് ഉണ്ട് പറഞ്ഞു. ലീനിയർ ഫ്രിക്ഷൻ വെൽഡിംഗ്, റോട്ടറി ഫ്രിക്ഷൻ വെൽഡിംഗ് ആൻഡ് സ്റ്റെയർ ഫ്രിക്ഷണൽ വെൽഡിംഗ് ആൻഡ് ഓർബിറ്റൽ ഫ്രിക്ഷൻ വെൽഡിംഗ്. അതിൽ ലീനിയർ വെൽഡിംഗ് എന്താ പറഞ്ഞു. ദെൻ നമ്മൾ റോട്ടറി ഫ്രിക്ഷൻ വെൽഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ദെൻ സ്റ്റെയർ ഫ്രിക്ഷൻ വെൽഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജ്, അപ്ലിക്കേഷൻ, ഇത്രയും കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളോ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് തെർമിറ്റ് വെൽഡിങ്ങിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതുപോലെ എക്സ്പ്ലോസീവ് വെൽഡിങ്ങിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ദെൻ നമുക്ക് പിന്നെ പഠിക്കാനുള്ളത് ഇൻസ്പെക്ഷനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. പിന്നെ വെൽഡിങ്ങിൻ്റെ കുറച്ച് ടെസ്റ്റിങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. ദെൻ ഡിഫക്റ്റുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. വെൽഡിങ്ങിനെ കുറിച്ച് ഉണ്ടാകുന്ന ഡിഫക്റ്റുകളെ കുറിച്ചുണ്ട്. ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു 4th മൊഡ്യൂൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതോട് വെൽഡിംഗ് എന്ന് പറഞ്ഞ സെക്ഷൻ ഏകദേശം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. ദെൻ നമുക്ക് 2 ക്ലാസ് കൂടി ഉണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു വെൽഡിങ്ങിൻ്റെ സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് തീർക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റത്തെ മൊഡ്യൂളായിട്ടുള്ള ബ്രേസിങ്, സോൾഡറിങ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്കായിരിക്കും. അത് നമുക്കൊരു 4-5 ക്ലാസ് ഉണ്ടെങ്കിൽ ആ ഒരു മൊഡ്യൂളും തീരും. അതോടുകൂടി നമുക്ക് മാനുഫാക്ചറിങ് പ്രോസസ് 1 എന്നാണ് സബ്ജക്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പം ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും നിങ്ങൾ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.